Good morning, everybody. Good morning, ma'am. കുറച്ച് നമ്മൾ വൈകി അല്ലേ? കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നതുകൊണ്ട് കുറച്ച് വൈകി കേട്ടോ. Good morning, Umadevi. Good morning. Good morning. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാ നിർത്തിയത് അറിയോ? Distributive. കംപ്ലീറ്റ് ചെയ്തല്ലോ അത്. ഡിസ്ട്രിബ്യൂട്ടീവ്. Okay. Now we are going to study about the next pronoun, reciprocal pronoun. Reciprocal pronoun. This reciprocal pronoun express mutual relationship that express mutual relationship. This is called a reciprocal pronoun. And two reciprocal pronouns are here. First one is each other and one another. Each other means used for two. When used for two, use each other. Each other varumbol. Each other, if when we use each other, that means two members are here. Then next is one another. One another used for more than two. More than two. അല്ലേ? രണ്ടോ അതിൽ കൂടുതലോ ഉള്ളപ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മോർ ദാൻ ഉപയോഗിക്കുന്നത്. അല്ലേ? രണ്ട് പേഴ്സൺസോ രണ്ടുള്ളെങ്കിൽ നമ്മൾക്ക് എന്ത് ഉപയോഗിക്കാം? യൂസ്ഡ്. അല്ലേ? യൂസ്ഡ് ഫോർ ടു. അല്ലേ? എന്താണ്? ടു ആണെങ്കിൽ, ടു മെമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈച്ച് അതർ ഉപയോഗിക്കാം. ഒന്നിൽ കൂടുതലുണ്ട് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലാണ് ഉള്ളതെങ്കിൽ നമുക്ക് വൺ അനദർ ഉപയോഗിക്കാം. മനസ്സിലായോ? ഇതിന്റെ മലയാള അർത്ഥം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈച്ച് അതർ മീൻസ് പരസ്പരം. വൺ അനദർ അന്യോന്യം. ഒരു ജസ്റ്റ് മിനിറ്റ്. ഈച്ച് അതർ അന്യോന്യം ഉണ്ട്. ഈച്ച് അതർ മാറിപ്പോയി. ഈച്ച് അതർ അന്യോന്യം. വൺ അനദർ പരസ്പരം. ക്ലിയർ ആയോ? ആദ്യം മുതൽ ഒന്നും കൂടി പറയോ? പറയാം. റെസിപ്രോക്കൽ പ്രോനൗൺ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പ്രോനൗൺസിനെ കുറിച്ചാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? നൗൺസിൽ ഭാഗങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റെസിപ്രോക്കൽ പ്രോനൗൺ എന്ന് പറയുന്നത് എന്തിനാണ്? മ്യൂച്വൽ റിലേഷൻഷിപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെ? നമ്മൾ റെസിപ്രോക്കൽ എന്നൊക്കെ പറയുമ്പോ 15/10 അല്ലെ, 20/5 എന്നൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ റെസിപ്രോക്കൽ ആയിട്ടുള്ള ഒരു ക്രിയ ചെയ്യും അല്ലെ? കണ്ടിട്ടില്ലേ? ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഒരു ക്രിയ? ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പോ അതേപോലെ തന്നെയാണ്. അപ്പോ ഒരു റെസിപ്രോക്കൽ പ്രോനൗൺ എന്ന് വെച്ചാൽ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പരമായിട്ടുള്ള
പരസ്പര ബന്ധം അല്ലെ? രണ്ട് വ്യക്തികൾ ഉണ്ടെങ്കിൽ ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധമാണ്, പാരസ്പര്യമായിട്ടുള്ള ബന്ധത്തെയാണ് എന്ത് പറയുന്നത്? റെസിപ്രോക്കൽ പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് റെസിപ്രോക്കൽ പ്രോനൗൺ എന്ന് പറയുന്നത്? ഐശ്വര്യ? It expresses a mutual relationship. Yes, that express mutual relationship അല്ലെ? ആ മ്യൂച്വൽ റിലേഷൻഷിപ്പിനെ എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ മ്യൂച്വൽ റിലേഷനെ എക്സ്പ്രസ് ചെയ്യുന്ന വേർഡുകൾ ഏതാന്ന് വെച്ചാൽ അതിൽ വരുന്നത് ഈച്ച് അതർ. ഒന്നെന്താണ്? ഈച്ച് അതറും, രണ്ടാമത്തത് വൺ അനദറുമാണ്. ഓക്കെയോ? അവിടെ വന്ന വേർഡുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ പ്രോനൗൺസ് ആണ് അവിടെ വരുന്നത്? റെസിപ്രോക്കൽ പ്രോനൗണിൽ വരുന്നത് ഒന്ന് ഈച്ച് അതർ. കേട്ടിട്ടുണ്ടാവും അല്ലെ? കേട്ടിട്ടുണ്ടാവും. വലിയൊരു എന്താണ് എന്താണ് ശ്യാംലി? ഈച്ച് അതർ ആൻഡ് വൺ അനദർ. വൺ അനദർ അല്ലെ? ഈ ഈച്ച് അതർ വെച്ച് ഏതെങ്കിലും ഒരു ക്യാപ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫേമസ് ക്യാപ്ഷൻ. Made for each other. Very good അല്ലെ? Made for each other അല്ലെ? Made for each other എന്നുള്ളൊരു ക്യാപ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പോ ഈച്ച് അതർ എന്ന് വെച്ചാല് അന്യോന്യം. മനസ്സിലായോ? ഈച്ച് അതർ എന്ന് വെച്ചാൽ എന്താ മീനിങ്? അന്യോന്യം. വൺ അനദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതല്ലേ, പരസ്പരം. മനസ്സിലായോ? അപ്പോ ഈച്ച് അതറിന്റെയും വൺ അനദറിന്റെയും മീനിങ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അതനുസരിച്ചായിരിക്കുള്ളൂ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ റെസിപ്രോക്കൽ പ്രോനൗൺ നമ്മൾ ആ വേർഡില് എന്താണ്, ആ സെന്റൻസിൽ ഉപയോഗിക്കേണ്ടത്. ഓക്കെ ആയല്ലോ? കേൾക്കുന്നില്ലേ? നെറ്റ് പ്രോബ്ലംസ് ഉണ്ടോ? ഇല്ല. നോ മാം. അല്ല, ആർക്കൊക്കെ കേൾക്കാൻ പറ്റാത്തത്? കേൾക്കാൻ പറ്റാത്തവര് ആർക്കൊക്കെയാ? പറയണ്ട, മെസ്സേജ് ഇട്ടാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയി പോണു. ഓ, ബ്രേക്ക് ആവണോ അല്ലെ? കട്ട് ചെയ്ത് പോണോ അല്ലെ? അതെ അതെ. Anyway, it will be the network issues ആയിരിക്കാം. Maybe network issues കേട്ടോ. ഓക്കെ, വോയിസ് ബ്രേക്ക് ആയി പോകുന്നു അല്ലെ? നോക്കാം, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയാ കേട്ടോ. എല്ലാവരും ഓക്കെ? ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. അപ്പോ ഏതൊക്കെ വേർഡാണ് നമ്മൾ റെസിപ്രോക്കൽ പ്രോനൗണിൽ ഉപയോഗിക്കുന്നത്? വിച്ച് വേർഡ്സ് ആർ യൂസിങ് ഇൻ റെസിപ്രോക്കൽ പ്രോനൗൺ? Each other, one another. One another അല്ല കേട്ടോ, one another കേട്ടോ, അത് ശ്രദ്ധിക്കുക. ഓക്കെ ഇല്ലേ? one another അല്ലേ? മുനീർ? ആയിഷ അല്ലേ? എന്താ? ഓ, പാരിഷ അല്ലേ? ഒരു എന്താണ്, നെയ്മാണല്ലോ. ഹസ്ബൻഡിന്റെ ഫോണിലാണ് ക്ലാസ് കേൾക്കുന്നത്. അത് ശരി. ഓക്കെ. അപ്പൊ പാരിഷ, ഈച്ച് അതറിന്റെ മീനിങ് എന്താ? ഈച്ച് അതറിന്റെ വൺ അനദറിന്റെ മീനിങ് എന്താ? ശ്രദ്ധിച്ചില്ലേ? ഈച്ച് അതർ നമ്മൾ അപ്പോൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് ആലോചിക്കുക അല്ലെ? അപ്പൊ അവിടെ മീനിങ് എന്താ വരിക? രണ്ട് ദമ്പതികളാണല്ലേ? അപ്പൊ അവർ അന്യോന്യം എന്ത് ചെയ്യുന്നു? അന്യോന്യാണ് അല്ലെ? അവർക്ക് വേണ്ടി അന്യോന്യം അങ്ങോട്ട് അല്ലെ? മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് അവര് അല്ലെ? അപ്പൊ എന്താണ് അർത്ഥം? ഈച്ച് അതറിന്റെ അർത്ഥം എന്താ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈച്ച് അതറിന്റെ
മലയാളം മീനിങ് എന്താ? അന്യോന്യം. അന്യോന്യം. വെരി ഗുഡ്. വൺ അനദറോ? പരസ്പരം. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു മാം. ഓക്കെ, ഇനി ഞാൻ പറയുന്നു ഞങ്ങൾ പരസ്പരം സഹായിക്കും. ഞങ്ങൾ പരസ്പരം സഹായിക്കുന്നു അല്ലേ? അനു റൈഫാണോ? Yes, ma'am. It's Raifan. Anu Raifan. അതെ, ഒരു വ്യത്യസ്ത പേരാണല്ലോ, ഡിഫറെന്റ് നെയിം. ഹസ്ബൻഡ് നെയിം, യുവർ ഹസ്ബൻഡ് നെയിം? Husband is Raifan. It means we have a angel called Raphael. Oh. Okay. Am I want to convert into in English? Yes. You convert into English. We helped each other. We helped ആണോ? സഹായിക്കുന്നു എന്നല്ലേ പറഞ്ഞോളൂ. We help. അതന്നെ. We help പരസ്പരമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ വേർഡ് ശ്രദ്ധിക്കാം. ആ വേർഡ് മീനിങ്ങിന് ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞ വേർഡ് ഏതാണ്? പരസ്പരം എന്നുള്ളതിന് one another. Yes, very good. One another അല്ലേ? Okay. We help one another അല്ലെ? ഞാൻ ഇനി പറയുന്നത് ഞങ്ങള് എന്താണ് അന്യോന്യം സഹായിക്കുന്നു എന്നാണെങ്കിൽ അർച്ചന നമ്മൾ എങ്ങനെ പറയും? ഓക്കെ, വെരി ഗുഡ് അനു. താങ്ക് യു മാം. ഓക്കെ, അർച്ചന എന്താ മിണ്ടാത്തെ? അർച്ചന ഇല്ലേ എവിടെ? നിമിഷ ഇത് ആരൊന്നും കേൾക്കണില്ലേ? ഞാൻ പറയണ ആർക്കും കേൾക്കാൻ പറ്റില്ലേ? ക്യാൻ യു ഹിയർ മീ? യെസ് മാം. എന്നാ വരൂ. എന്താണ് നിഷ എവിടെ? നിമിഷനെ കാണാനില്ല. നിഷ എവിടെ? നിഷ, ഞാൻ പറയുന്നു ഞങ്ങൾ അന്യോന്യം സഹായിക്കുന്നു. എങ്ങനെ പറയാ? We are helping each other. We help each other. Yes, very good. Okay, I know the reciprocal pronoun. Yes, ma'am. Yes, ma'am. Okay. ഞാൻ ഇനി പറയണതില് ഞാൻ പേര് വിളിക്കുന്ന ആളൊന്ന് അതൊന്ന് കംപ്ലീറ്റ് ചെയ്തു തരണം. തെറ്റിക്കോട്ടെ, ശരിയോ തെറ്റോ ആയിക്കോട്ടെ. തെറ്റും എന്ന് പേടിച്ച് ആരും മാറി നിൽക്കണ്ട കേട്ടോ. വിളിച്ചാലൊക്കെ വിളിയേക്കുക. അയ്യോ ഞാൻ പറഞ്ഞത് തെറ്റായി പോയാലോ എന്ന് പേടിച്ചൊന്നും നിൽക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മള് ഈ ഭാഷ നമ്മുടെ മാതൃഭാഷയാണോ ഇംഗ്ലീഷ്? അല്ലേ? തെറ്റിലൂടെയാണ് നമ്മൾ ആ ഭാഷ പഠിക്കുള്ളൂ അല്ലെ? പലതൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് പലതൊക്കെ തെറ്റിച്ച് പറയും മലയാള ഭാഷകൾ തന്നെ അല്ലേ? ഒരു സംശയം ചോദിച്ചോട്ടെ? പറഞ്ഞോ മോളെ. സഹായിക്കുന്നു എന്ന് പറയുമ്പോ ING വരൂല്ല, ഹെൽപ്പിംഗ് എന്നായിരുന്നു. ഇല്ല, സഹായിക്കുന്നു അല്ലെ? ഞാൻ അതപ്പോ പ്രസന്റിലാണ് വന്നത്, സിമ്പിൾ പ്രസന്റിലാണ് പറഞ്ഞത്. ഞാൻ സഹായിക്കുകയാണ് എന്ന് വരികയാണെങ്കിൽ നമ്മൾക്ക് ING ഫോം ചേർത്ത് എഴുതാം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. കേട്ടില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ആരും മാറി നിൽക്കരുത്. വിളിച്ചാലും വെളി കേൾക്കുക. ഈ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷയല്ല. തെറ്റിലൂടെയാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കറക്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. We should all dash. We should all love dash അല്ലേ? ഞാൻ വിളിക്കാട്ടോ, പേര് വിളിക്കണ ഒരാള് എന്നോട് പറയാട്ടോ.
ആരും മാറി നിൽക്കരുത്. സുഭാഷ്, സുഭാഷ്, സുഭാഷ് ഇല്ലേ? സുഭാഷ് ഇല്ല. അഖിൽ, അഖിൽ, ആ പറഞ്ഞോളൂ അഖിൽ. അഖിലിന് എന്താ മനസ്സിലായെന്ന് വെച്ചാൽ അഖിൽ അവിടെ എന്ത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അഖിലിന് രണ്ടിന്റെ അർത്ഥം അറിയാം. ഈച്ചതറിന്റെ അർത്ഥം അറിയാം, മണ്ണനദറിന്റെയും അർത്ഥം അറിയാം അല്ലെ? എപ്പോഴൊക്കെയാണ് ഈച്ചതർ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാം. ഈച്ചതർ എന്നാൽ രണ്ടാളുകളാണെങ്കിൽ ഈച്ചതർ ഉപയോഗിക്കുക, അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുക? മണ്ണനദർ ഉപയോഗിക്കുക അല്ലെ? അതല്ലേ പറഞ്ഞത് നമ്മള്? അപ്പൊ ഇവിടെ ആ വേർഡ് അല്ല, ആ സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് എന്തർത്ഥം അഖിലേ കിട്ടുന്നത്? We should all love that. All love എന്ന് പറഞ്ഞ 2-3 പേരായിരുന്നു. ആ അപ്പൊ എന്ത് ചേർക്കേണ്ടി വരും? One another അല്ല. അല്ലേ? പിന്നെ രണ്ടെണ്ണം ഉള്ളൂ അല്ലേ നമുക്കിവിടെ? അതില് രണ്ടുപേരുണ്ടെങ്കിലാണ് ഞാൻ അതാ പറഞ്ഞത് മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വെക്കുക. പന്നൂന് അപ്പൊ രണ്ടുപേരാണെന്നുള്ളത് നമുക്കറിയാം അല്ലെ? രണ്ടിൽ കൂടുതലാണെങ്കിൽ നമുക്ക് വൺ അനദർ ഉപയോഗിക്കാലോ. മനസ്സിലായോ? അപ്പൊ അവിടെ എന്താ ഉപയോഗിക്കേണ്ടത്? പറഞ്ഞോളൂ. എന്തുപയോഗിക്കുമെങ്കിലേ? അഖിലേ ഈച്ച് അതർ ഉപയോഗിക്കേണ്ടത് രണ്ടുപേരുള്ളപ്പോ. ഇപ്പൊ നമ്മൾക്ക് ഇവിടെ വന്നിരിക്കുന്ന ഓളല്ലേ, ഒരുപാട് പേര്, ഒരുപാട് പേരുണ്ട് അല്ലേ? ശ്രദ്ധിക്കാട്ടോ, ഒരുപാട് പേരുള്ളപ്പോ നമ്മൾ എന്ത് ചേർക്കുക? വൺ അനദർ. ഓക്കെ, നമ്മൾ പരസ്പരം ഓടിങ്ങോട് സ്നേഹിക്കണം എന്നാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഓക്കെ ആയോ? ഓൾ എന്ന് പറയുമ്പോ എല്ലാരും ഒരുപാട് പേരില്ലേ? ഞാനിപ്പോ ഇപ്പൊ ഞാനൊരു ഉദാഹരണം കൂടി അഖിലിന് തരാം. ദച്ചു ബ്രദോ, ഇവിടെ എന്ത് ചേർക്കും അഖില? ഇവിടെ എത്ര പേരുണ്ടെങ്കിലേ? 2 പേര്. 2 പേരുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് അവിടെ എന്ത് ചേർക്കാം? പറയൂ. നമ്മ 2 പേരുള്ളെങ്കിൽ എന്ത് ചേർക്കും അഖിലേ? വൺ അനദർ വന്നു കഴിഞ്ഞാല് ഓള് അല്ലെ? ഒരുപാട് പേരുണ്ടെങ്കിൽ ചേർക്കാൻ പറ്റും. 2 പേരുണ്ടെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത്? രണ്ടാമത് പറഞ്ഞെന്താ? മറന്നുപോയി. രണ്ടാമത്തത് ഈ എന്താണ്? ആദ്യത്തെ ഈച്ച് അതർ അല്ലേ? നമ്മൾ തന്നെ. വെരി ഗുഡ്. മനസ്സിലാക്കണം, മാറിപ്പോകരുത് കേട്ടോ അഖിലേ. അതങ്ങനെ മനസ്സിലോട്ട് വെക്കുക കേട്ടോ. എന്താണ് ഈ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ഇപ്പൊ അല്ലേ? ഓക്കെ. തൻഹ, തൻഹ തൻഹ വന്നോളൂ, പറഞ്ഞോളൂ. എന്ത് ചേർക്കും? ഞാൻ എന്ത് ചേർക്കണം ഇവിടെ?
ഒന്നും ചേർക്കണ്ടേ? തൻഹ കേൾക്കുന്നില്ലേ? ഇല്ല, കേട്ടില്ല, പറഞ്ഞോളൂ. The couple spoke to each other. ഓക്കെ, വെരി ഗുഡ്. Thank you, ma'am. ഓക്കെ, വെരി 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 ഗുഡ്. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി എം, ശ്രീലക്ഷ്മി എം. One another. One another. ഓക്കെ, ഓക്കെ ഇല്ലേ? ഇത്രേ ഉള്ളൂ റെസിപ്രോക്കൽ പ്രോനൗൺ. കേട്ടോ? ഓക്കെ ഇല്ലേ എല്ലാവരും? അടുത്തതിലേക്ക് പൊക്കോട്ടെ ഞാൻ. അടുത്തതിലേക്ക് പോവുകയാണ്. ഇന്റർഗേറ്റീവ് പ്രോനൗൺ. എന്താണ് ഇന്റർഗേറ്റീവ്? നേരത്തെ കഴിഞ്ഞാല് ഒരു സംശയമില്ലല്ലോ ആർക്കും? ആർക്കില്ല അല്ലേ? എന്നാല് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ എന്ന് വെച്ചാൽ എന്താ? ഇൻട്രോഗേറ്റീവ് മാം WH ക്വസ്റ്റ്യൻസ് ആണോ? യെസ്, അതെ അതെ, WH ക്വസ്റ്റ്യൻസ് അല്ലേ? അതായത് എന്താണ്? ചോദ്യം ചോദിക്കാൻ അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻട്രോഗേറ്റീവ് വേർഡ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോ ആ pronouns, that pronouns are used to ask questions അല്ലേ? Are used to ask questions. ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് ഉപയോഗിക്കുന്നത്. നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ്. whom, which, whose, what അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചത് ഇൻട്രോഗേറ്റീവ് വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? അല്ലെ? ഹൂ എന്ന് വെച്ചാൽ എന്താണ് മലയാള അർത്ഥം? എന്താ അഖിലെ? മലയാള അർത്ഥമൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ എനിക്ക്. ആര്? 5ാം ക്ലാസ്സിലായിരിക്കണേന്ന് വിചാരിക്കുക അല്ലെ? ഇപ്പൊ ആര്? ഹൂ. നിങ്ങൾ തന്നെയാണ്. അറിയോ? ശ്രുതി, ശ്രുതി യെസ് പറഞ്ഞോ. whom, what's the meaning of whom in Malayalam? ആരെ അല്ലേ? അതന്നെ പാട്ടായി കേട്ടിട്ടുണ്ടാവും മലയാളം അല്ലേ? ആരെയും ഭാവഗായകനാക്കും കേട്ടിട്ടില്ലേ? പാട്ടൊക്കെ ഓർക്കാം കേട്ടോ? എന്താ? വിച്ച്, ഏത്, ഹൂസ്, ആരുടെ. വാട്ട് അറിയാം എല്ലാവർക്കും അല്ലേ? വാട്ട്. അപ്പോ ആര്, ആരെ അല്ലെ? ആരുടെ, ഏത്, എന്ത് എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം വരിക. എന്താണ്? വെൻ വരിയോ? ഇല്ല, ഇതിനകത്ത് വെന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വെൻ. ഓക്കെ, വെൻ ഇൻട്രോഗേറ്റീവ്സ് ആണല്ലോ സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ കേട്ടോ. ടൈമിനെ കാണിക്കാനായിട്ട് വെൻ ഉപയോഗിക്കാം കേട്ടോ. വേറെ ഉപയോഗിക്കില്ലേ മാം? പിന്നെ വേറെ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞല്ലേ ഇൻട്രോഗേറ്റീവ് ആയിട്ടുള്ള എല്ലാ വേർഡ്സും നമുക്ക് എന്ത് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് ആയിട്ട് എടുക്കാം. കേട്ടില്ലേ? ഹൂ എന്ന് പറയുമ്പോൾ ആരെ സൂചിപ്പിക്കാനാണ്?
പേഴ്സൺ അല്ലെ, ഒരു വ്യക്തി. ഹു ഈസ് ദിസ്, ഇതാരാണ് നമ്മൾ ഉപയോഗിക്കണം. അടുത്തത് എന്താണ്, ഹൂം ആണെങ്കിലോ ആരെയാണ് നിങ്ങൾ ഈ പാർട്ടിയിൽ ക്ഷണിച്ചത് എന്ന് ചോദിക്കാം അല്ലെ. ഹൂം ഡിഡ് യു ഇൻവൈറ്റ്? ഓക്കെ ആയോ? ഓക്കെ മാം. ഇനി ഹൂസ് വെച്ചാണെങ്കിലോ? ബുക്ക് ഈസ് ദിസ്. ആ, ഹൂസ് ബുക്ക് ഈസ് ദിസ് അല്ലെ, അല്ലെങ്കിൽ ഹൂസ് ബുക്ക് ഇറ്റ് ഈസ് അല്ലെ, ഈ ബുക്ക് ഇത് ഏത് ബുക്കാണെന്ന് അല്ലെ. എന്ന് ചോദിക്കാം. ഇനി വാട്ട് വെച്ചാണെങ്കിലോ ഒരുപാടുണ്ടല്ലോ. വാട്ട് ഈസ് യുവർ നെയിം അല്ലെ. ഓക്കെ, വാട്ട് ഈസ് ദിസ്, വാട്ട് ഈസ് ദിസ് അല്ലെ, ഇതെന്താണെന്നൊക്കെ ചോദിക്കാം അല്ലെ. വിച്ച് വെച്ചാണെങ്കിലോ? വിച്ച് ഈസ് യുവർ ഹൗസ്? അല്ലെ. അല്ലെങ്കിൽ വേറെ വെച്ചാണെങ്കിലോ വേർ ഇസ് യുവർ ഹൗസ് അല്ലെ. ചോദിച്ചൂടെ? ചോദിക്കാം അല്ലെ. നിങ്ങൾക്കപ്പോ ഓരോ വേർഡുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുത്തത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന തരത്തിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഞാൻ ഇത്രയും പറഞ്ഞു. ഹൗ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വരത്തില്ല അല്ലേ? ഹൗ മെനി, ഹൗ മച്ച്, അതൊക്കെ വരുമോ? കേൾക്കുന്നുണ്ടോ? ഇല്ല, ഒന്നും കേൾക്കുന്നില്ല. റേഞ്ച് കട്ടായി പോകാൻ കേൾക്കുന്നില്ല. ഇല്ല. പോയോ? ഒന്നും കേൾക്കുന്നില്ലല്ലോ. മാം പോയെന്നോന്നുണ്ടല്ലേ. നെറ്റ്വർക്കിന് എന്താ പ്രോബ്ലം തോന്നുന്നു. സ്റ്റോപ്പ് എന്ന് എഴുതി കാണിക്കുന്നത്. കട്ടായി പോയി കാണും. ഇതിനകത്ത് നിങ്ങൾ ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടാക്കിയിരുന്നോ? യെസ്. എന്റെ നമ്പർ ഒന്ന് ആഡ് ചെയ്യാവോ? ഈ ക്ലാസ് റൂമിന് ഒരു ലിങ്ക് ഉണ്ട്, അതിൽ കയറിയ എന്തോ? ക്ലാസ് റൂമിനകത്തൊരു ലിങ്ക് ഉണ്ട്, അതിൽ കയറിയ ആഡ് ആവും. ആടാവും. ഓക്കെ. കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂസ് വന്നു, അതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് നെക്സ്റ്റ് ഈസ് റിലേറ്റീവ് പ്രോനൗൺസ്. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ മക്കളെ? ഇല്ല മാം, ക്ലിയർ. നമ്മള് അടുത്തത് വേറെ ഒരു മോളെ സ്ക്രീൻ കാണുന്നില്ലേ? ഇല്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? അതെ. കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ല ഇപ്പോഴും? ഒരു മിനിറ്റ് നോക്കട്ടെ കേട്ടോ. സ്ക്രീൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. വരാം. കണക്റ്റ് ആവും കേട്ടോ.
ഇപ്പോഴോ No. സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല മാം. ഇല്ല മാം. കാണില്ല. പോയി. കാണുന്നില്ല. കാണുന്നില്ല മാം. ഇല്ല മാം കാണുന്നില്ല. ഇല്ല മാം. കാണാനില്ല. റീജോയിനിങ് അടിച്ചിട്ടും കാണാൻ പറ്റുന്നില്ല. അതെ, നോക്കട്ടെ ഒരു മിനിറ്റ്. സ്ക്രീൻ കാണാം. ഈ സ്ക്രീൻ അവർക്ക് കാണാൻ പറ്റുന്നത് നെറ്റ്വർക്ക് ഇല്ലാഞ്ഞിട്ടാണോ? ചെയ്താ മതിയോ അല്ലെ? ഞാന് നമ്മുടെ ഇവിടെ തന്നെ നെറ്റാണ് എടുത്തത്. ശരിയാവും നമ്മുടെ ഇവിടുത്തെ എടുത്താ? കണക്ട് ആയിക്കോളൂ അല്ലെ? യെസ് മാം കണ്ടു തുടങ്ങിട്ടാ. ഓക്കെ മാം. മാമിന്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആ ഗ്രാമറിൽ തന്നെ ഏറ്റവും നമ്മളെ സംസാരിക്കാനും എങ്ങനെ എഴുതണമെന്നും എങ്ങനെ സംസാരിക്കണമെന്നും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രോനൗൺ ആണ് റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ഈ റിലേറ്റീവ് പ്രോനൗണിന് ഇംഗ്ലീഷ് ഗ്രാമറിൽ ഭയങ്കരമായ ഒരു വലിയൊരു സ്ഥാനം തന്നെയുണ്ട് ഇംഗ്ലീഷ് ഗ്രാമറിൽ. അതായത് നമ്മൾ ഒരു വേർഡ് എങ്ങനെ ചേർക്കണമെന്നും അതിനെന്താണ് രണ്ട് സെന്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഒരു നൗണിനെയോ പ്രോനൗണിനെയോ അതനുസരിച്ചുള്ള അതിന്റെ അതിന് പകരമായി വരുന്നത് ചേഞ്ച് അല്ല അവിടെ സംഭവിക്കുന്നത്. അതിന് നമുക്ക് പകരമായിട്ട് എന്തുപയോഗിക്കാം അല്ലെ? റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കാം. അപ്പോ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. വി ക്യാൻ യൂസ്
അല്ലെ? നമ്മൾക്ക് എന്തിന് പകരമായിട്ട് എന്തിന് പകരമായിട്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്? നൗൺ ആൻഡ് പ്രോനൗൺ അല്ലെ? നൗൺ അല്ലെങ്കിൽ പ്രോനൗണിനും പകരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് റിലേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. അത്രയും മനസ്സിലായോ? ഒന്നുകൂടി പറയാം മിസ്സേ. ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവുമായിരിക്കും. പറയാം. ഒന്നുകൂടി പറയോ? പറയാം. I saw a man. He was blind. എന്നുള്ളത് രണ്ട് വേർഡ് അല്ലേ? അല്ലെ, രണ്ട് വേർഡ് അല്ലേ? രണ്ട് സെന്റൻസ് അല്ലേ? യെസ് ആണ് അല്ലെ? അതിന് പകരമായിട്ട് ഞാൻ ഇവിടെ ഹി എന്ന് പറയുന്ന അതിനെ മാറ്റിയിട്ട് ഞാൻ ഹൂ എന്ന് ചേർത്തു. ഒന്ന് വായിച്ചു നോക്കിയപ്പോ I saw a man who was blind അല്ലെ? ഞാൻ ഒരു മനുഷ്യനെ കണ്ടു, അയാൾക്ക് എന്താണ്? അയാൾ ബ്ലൈൻഡ് ആണ്. അർത്ഥം വ്യത്യാസം വരുന്നുണ്ട് അവിടെ. There is not change in this എന്താണ് മീനിങ് അല്ലെ? മീനിങ്ങിൽ ഒരു ചേഞ്ച് വരുന്നില്ല. പക്ഷെ അവയെ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ നൗണിനും അല്ലെങ്കിൽ ആ പ്രോനൗൺ അല്ലെ, ആ പ്രോനൗണിനും അല്ലെ നൗണിനും പകരമായി വരുന്ന ഒരു വേർഡ് ഞാൻ അവിടെ ചേർത്തു. ഏതാണത്? ആ വേർഡ് അല്ലെ? ആ ഹൂ എന്ന വേർഡ് ഞാൻ അവിടെ ചേർത്തു. ബാക്കിയോട് പറയുമ്പോ മനസ്സിലാവും. PSC എക്സാമിന് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്നത് ഇതൊന്നും ഇല്ലാതെ PSC എക്സാം ചോദിക്കൂല. PSCക്ക് ഏറ്റവും ഇഷ്ടം ഈ പറയുന്ന വിച്ചും ദാറ്റൊക്കെയാണ് ഏറ്റവും ഇഷ്ടം അവർക്ക്. ഈ പറയുന്ന ഈ റിലേറ്റീവ് പ്രോനൗൺസിന് ഏറ്റവും ഇഷ്ടം ഏതിനൊക്കെയാണ്? വിച്ചിനെയും ദാറ്റിനെയാണ് അവർക്ക് ഇഷ്ടം. അത് ചോദിക്കാതെ ഒരു ക്വസ്റ്റിനും പോയിട്ടില്ല കേട്ടോ. അപ്പോ റിലേറ്റീവ് പ്രോനൗൺസിൽ വരുന്നത് ഹൂ, whose, whom, that, what, which. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് റിലേറ്റീവ് പ്രോനൗൺസില് വരുന്നത്. ഓക്കെ ആയോ? ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായി. അപ്പോ റിലേറ്റീവ് പ്രോനൗൺസിൽ വരുന്ന വേർഡുകളാണ് ഇതെല്ലാം തന്നെ. ഇത് വെച്ചാണ് നമ്മള് എന്താണ് ഈ സെന്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കുകയും അപ്പോ ഇനി എന്താണ് ഹൂ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പേഴ്സണെ സൂചിപ്പിക്കാനാണെങ്കിൽ നമ്മൾക്ക് എന്ത് ഉപയോഗിക്കാം? ഒരു പേഴ്സണെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ആ സ്ഥാനത്ത് ഹൂ എന്ന് ഉപയോഗിക്കാം. ഹൂസ് ആണെങ്കിലോ പേഴ്സണെ തന്നെയാണ് ഹൂസ് ഉപയോഗിക്കുന്നത്. ഹൂം ആണെങ്കിലോ അതും പേഴ്സൺ അതും പേഴ്സൺ ആണ് അല്ലേ? അതൊക്കെ പേഴ്സൺ ആണ്. ദാറ്റ് ആണെങ്കിലോ അല്ലെ? തിങ്സ്. പിന്നെ അല്ലെ, ഒരു അനിമലിനെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ ദാറ്റ് എന്ന് ചേർക്കാറില്ലേ? അനിമലിന് പകരമായിട്ട് ദാറ്റ് എന്ന് ചേർക്കാറുണ്ട് അല്ലെ? ഒരു പേഴ്സൺ ആയാലും നമ്മള് ദാറ്റ് ചേർക്കാറുണ്ട്. അപ്പോ തിങ്സ്, അനിമൽസ്, പേഴ്സൺസ് ഇതൊക്കെ വന്നാൽ അവയ്ക്ക് പകരമായിട്ട് നമുക്ക് ദാറ്റ് ചേർക്കാം. ഇനി വാട്ട് ആണെങ്കിലോ സിറ്റുവേഷൻ ആണോ? ഒരു ഐഡിയാസ് അല്ലെ? നമ്മൾ ടൈമും അല്ലെ ഐഡിയാസും അല്ലെ? വാട്ട് സിറ്റുവേഷൻ എന്നാണ്, സിറ്റുവേഷൻ അനുസരിച്ചൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലെ? അപ്പോ ഐഡിയാസ് അല്ലെ, നമ്മുടെ ഐഡിയാസ് സിറ്റുവേഷൻ ഐഡിയാസും തിങ്സും അല്ലെ, എന്തെങ്കിലും സാധനങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴൊക്കെ നമുക്ക് ഈ വാട്ട് ഉപയോഗിക്കാം. വിച്ച് ആണെങ്കിലോ
പ്ലേസ് പറ്റുമോ? പ്ലേസ് ടൈം ആ വിച്ച് തിങ്സ് ആയാലും അല്ലെ, അതായത് പ്ലേസ് ഒക്കെ തിങ്സിൽ പെടുന്നതാണ് അല്ലെ. തിങ്സ് ആയാലും അനിമൽസ് ആയാലും ഒക്കെ എന്ത് ഉപയോഗിക്കാം? ഈ വിച്ച് ഉപയോഗിക്കാം കേട്ടോ. ഹൂസില് പേഴ്സൺസ് മാത്രമല്ല കേട്ടോ, തിങ്സ് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അനിമൽസ്, തിങ്സ്, റിവേഴ്സ്, കൺട്രീസ് ഒക്കെ എന്താണ് ഹൂസില് ഉപയോഗിക്കാം. ആരുടെ എന്നൊക്കെ ചോദിക്കുമ്പോ കേട്ടോ. ഓക്കെ ആയല്ലോ? ഓക്കെ ആയോ? ഓക്കെയാണ് മാം. മാം വിച്ച് ഒന്നുകൂടെ പറയാമോ? വിച്ചാണോ? അതെ. ആ വിച്ച് ആണെങ്കിൽ തിങ്സോ അനിമൽസോ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഏത് എന്നുള്ള ഇതില് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ ഇല്ലേ? പിന്നെ നമ്മൾ ആദ്യം വിച്ചിന്റെയും ദാറ്റിന്റെയും പ്രയോഗമാണ് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് വിച്ചും ദാറ്റും പ്രയോഗിക്കുമ്പോൾ അറിയുന്നത് അല്ലെ. വിച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, മനുഷ്യനല്ലാത്ത ജീവികളോ അല്ലെങ്കിൽ ജീവനല്ലാത്ത ജീവികൾക്കൊക്കെ നമുക്ക് അതിന്റെ മുന്നിലൊക്കെ നമുക്ക് വിച്ച് ഉപയോഗിക്കാം. ഓക്കെ, മനുഷ്യനല്ലാത്തതും ജീവനില്ലാത്തതുമായിട്ടുള്ളവയ്ക്ക് ഒപ്പം നമുക്ക് എന്ത് ഉപയോഗിക്കാം? വിച്ചെന്ന് ഉപയോഗിക്കാം. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. മനുഷ്യനല്ലാത്തതും ജീവനില്ലാത്തതും അല്ലെ. അപ്പോ ആ ഒരു കണ്ടീഷനില്, ബയോട്ടിക് ആയിട്ടുള്ള കണ്ടീഷനിലോ അല്ലെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് എ പേഴ്സൺ അല്ലെ, അതൊരു പേഴ്സൺ അല്ല എങ്കിൽ നമുക്ക് ആ സ്ഥാനത്ത് എന്ത് ഉപയോഗിക്കാം? വിച്ച് ഉപയോഗിക്കാം. ഉത്തരങ്ങള് ഇപ്പോ ഒരു വിച്ച് എന്ന് എപ്പോഴും എന്താണ് ഡാഷ് അല്ലെ. നമ്മളിപ്പോ ഒരു ഡാഷ് തന്നിട്ട് അല്ലെ, ഏതെങ്കിലും ഒരു വേർഡ് തന്നിട്ട് അവിടെ ഡാഷ് തരും. ആ ഡാഷിന് തൊട്ട് മുന്നിൽ അല്ലെങ്കിൽ തൊട്ട് പിന്നാലെ ഇപ്പൊ ഒരു വേർഡ് തന്നു അല്ലെ. ഇപ്പൊ ഞാൻ ഐ സോ എ പേഴ്സൺ ഡാഷ് ഹീസ് ബ്ലൈൻഡ് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഈ ഡാഷിന് തൊട്ട് മുന്നിലോ അല്ലെങ്കിൽ അതിനു ശേഷമോ എന്താണ് വന്നിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നില്ലെങ്കിൽ തൊട്ട് മുന്നില് അല്ലെങ്കിൽ തൊട്ട് പിന്നിലോ ഇൻ കേസ് അല്ലെ. മിക്കവാറും തൊട്ട് മുന്നിലായിരിക്കും നിങ്ങൾ നോക്കേണ്ടത്. തൊട്ട് മുന്നില്, ഡാഷിന് തൊട്ട് മുന്നിലായിട്ട് എന്താണോ വന്നിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കുള്ളൂ എന്ത് വരുന്നത്. കൂടാ എന്താണ്, ഏതെങ്കിലും ഒരു എന്താണ് സ്ഥലമൊക്കെ ആയിരിക്കുള്ളൂ കേട്ടോ വന്നത് എന്താണ്. അപ്പോഴാണ് നമുക്ക് വിച്ച് ചേർക്കാൻ പറ്റുള്ളൂ. ദിസ് ഈസ് ദ റോഡ് ഡാഷ് ടേക്സ് യു ടു ദ റെയിൽവേ സ്റ്റേഷൻ. This is the road dash takes you to the railway station എന്നാണ് ഞാൻ തന്നിരിക്കുന്നത് അല്ലെ. ആ അപ്പോ ദിസ് ഈസ് ദ റോഡ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പോ ഡാഷിന് തൊട്ട് മുന്നിൽ എന്ത് വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റത്തെ പോയിന്റ് എന്താണ്? വിച്ചാണോ ദാറ്റാണോ ചേർക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഞാൻ പറഞ്ഞത് ഐശ്വര്യ? മനുഷ്യനല്ലാത്തതോ ജീവനില്ലാത്തതോ ആയ കാര്യങ്ങൾക്ക് വിച്ചാണ് അല്ലെ, വിച്ച് എന്നതാണ് അല്ലെ. അപ്പോ എന്ത് നോക്കണം? വിച്ച് ചേർക്കണമെങ്കിൽ എന്ത് നോക്കണം നമ്മൾ? ഡാഷിന് അല്ലെ. ഡാഷിന് മുന്നിൽ എന്താണ് സബ്ജക്റ്റ് എന്ന് നോക്കുക. ഓക്കെ ആയോ? അത് ഫസ്റ്റത്തെ ഓക്കെ ആയോ ഞാൻ പറഞ്ഞത്? ഓക്കെ. പിന്നെ ആ ഡാഷിന് തൊട്ട് മുന്നിലായിട്ട് ദിസ് ഈസ് ദ റോഡ് ഇത് കഴിഞ്ഞിട്ട് ഒരു കോമ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെ, അതായത് ആ ദിസ് ഈസ് ദ റോഡ് എന്ന് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ വേർഡ് തന്നേക്കണേല് ഒരു കോമ കണ്ടു കഴിഞ്ഞാല് എന്ത് നോർക്കുക? അവിടെ വരേണ്ടത് എന്ത് തന്നെയാണ്? വിച്ച് തന്നെയാണ്. ഓക്കെ ആയോ? ഒന്നുകൂടെ പറയാമോ?
അപ്പോ അപ്പൊ ഞാൻ പറയാം, പ്രധാനമായും നോക്കേണ്ടത് വിച്ച് വരുമ്പോൾ എന്നാൽ ഡാഷിന് തൊട്ട് മുന്നിലോ തൊട്ട് പിന്നിലോ എന്താണ് വന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇത് മനസ്സിലായോ? ഫസ്റ്റത്തേത് വിച്ച് ഉപയോഗിക്കേണ്ടത് ഈ ഡാഷിന് എന്താണ് തൊട്ട് മുന്നിൽ അല്ലെ, ബിഹൈൻഡ് ദാറ്റ് ഡാഷ് അല്ലെ, ബിഹൈൻഡ് ദാറ്റ് ഡാഷ് വിച്ച് വേർഡ് ഈസ് കമ്മിങ് ദർ അല്ലെ, വിച്ച് വേർഡ് ഈസ് കെയിം ദർ അല്ലെ, അവിടെ എന്ത് വന്നു അല്ലെ എന്ന് ശ്രദ്ധിക്കുക. വിച്ച് സബ്ജക്ട് ഈസ് കെയിം ദർ അല്ലെ, അവിടെ എന്ത് സബ്ജക്റ്റ് ആണ് വന്നത് എന്ന് ശ്രദ്ധിക്കുക. ആഫ്റ്റർ ദിസ് യു ക്യാൻ ചൂസ് വിച്ച് ഓഫ് ദാറ്റ് അല്ലെ. ഇതിനുശേഷം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അല്ലെ, വിച്ച് ആണോ ദാറ്റ് ആണോ ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങളെ അറിയണം അല്ലെ. ആൻഡ് is after before the dash you can see a comma, then that will be which, then you can use which in the. Okay ayo അഞ്ജലി? നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ ബിഫോർ ദ ഡാഷ് അല്ലെ, ഡാഷിന് അല്ല അല്ലെ, ആ ഡാഷിന് മുന്നില് സബ്ജക്ട് എന്താണെന്ന് നോക്കുക നിങ്ങള്. മനസ്സിലായോ അഖിലേ? ഈ ഡാഷിന് മുന്നിൽ വന്നിരിക്കുന്ന സബ്ജക്ട് എന്താണെന്ന് നോക്കുക. ചിലപ്പോ റോഡായിരിക്കാം, ചിലപ്പോ ഏതെങ്കിലും എന്താണ് സ്കൂളായിരിക്കാം അല്ലെ. അങ്ങനെയുള്ള ജീവനില്ലാത്തതോ അല്ലെങ്കിൽ എന്താണ് മനുഷ്യരല്ലാത്തോ എന്തെങ്കിലും സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാല് ഓർക്കുക അവിടെ എന്ത് ചേർക്കണം, വിച്ച് ചേർക്കണം. ഇനി ആ സെന്റൻസില് ഒരു കോമ കൂടി കണ്ടാലോ അവിടെയും വിച്ച് തന്നെ ചേർക്കണം, വിച്ച്. മനസ്സിലായോ മാം? നമുക്കിത് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരുന്നത് 2 സെന്റൻസ് ആയിട്ട് തന്നിട്ട് അത് കണക്ട് ചെയ്യാനല്ലേ തരുന്നേ? 2 സെന്റൻസ് ആയിട്ട് തന്നിട്ടല്ലേ തരുന്നേ? അല്ല, ചിലപ്പോ എന്ത് തരും, ഐ സോ എ മാൻ തരും, ചിലപ്പോ ഹി വാസ് ബ്ലൈൻഡ്. അങ്ങനെ എന്താണ് ഫസ്റ്റ് ഇപ്പൊ ഐ സോ എ മാൻ, അടുത്തത് ഹി വാസ് എ ബ്ലൈൻഡ്, ഹി വാസ് ബ്ലൈൻഡ് എന്ന് വരും. അപ്പൊ നമ്മളോട് ചേർക്കാനല്ലേ പറയുന്നത്? എക്സാമിന് വന്നത് ഇതുപോലെ ഇരിക്കുള്ളൂ. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. They opposed the motion was proposed by the rival group. ശരി, കുഴപ്പിക്കുന്ന ചോദ്യം തന്നെയാണ് ചോദിച്ചത്. ഇവിടെ who ഉണ്ട്, whose ഉണ്ട്, whom ഉണ്ട്, പിന്നെന്താണ് which ഉണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് എക്സാം ചെയ്തത്. They oppose the motion of motion അല്ലെ. മോഷൻ തിയറീസ് ഒക്കെ നിങ്ങള് കേട്ടിട്ടുണ്ടാവും അല്ലെ, കേട്ടിട്ടില്ലേ? Who proposed that motion theory? കേട്ടിട്ടില്ല? ചലന നിയമമല്ലേ? മോഷൻ തിയറി ന്യൂട്ടൻസ് അല്ലെ. ഒന്നാം ചലനം, രണ്ടാം ചലന നിയമം, മൂന്നാം ചലന നിയമം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, പഠിച്ചിട്ടുണ്ട് അല്ലെ. ബാങ്ക് ഓഫ് കർവിനെ കുറിച്ചും അല്ലെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ബാങ്ക് ഓഫ് കർവ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, ഫിക്ഷൻ എന്താണെന്ന് പഠിക്കുന്നുണ്ട് അല്ലെ. ഈ മൂന്നാം ചലനം അല്ലെ, ചലന നിയമങ്ങളാണ് ഇതൊക്കെ അല്ലെ. രോധം, യജ്ഞം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പഠിക്കുന്നുണ്ടാവും ഇതൊക്കെ. അതൊക്കെ ചലന നിയമത്തിന്റെ പ്രധാന ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ പഠിക്കുക. അപ്പൊ മാം എന്താ അതിന്റെ ആൻസർ വരാ? എന്താണ് ആൻസർ ഞാൻ പറയാം അല്ലെ. ഞാൻ ഒന്നും കൂടി എഴുതേണ്ടി വരും അപ്പൊ അവിടെ. അപ്പൊ ഇവിടെ മോഷൻ അല്ലേ, ഒരു ചലന നിയമമാണ് തന്നിരിക്കുന്നത് അല്ലെ, മോഷൻ അല്ലെ. അപ്പൊ അത് നമ്മള് കറക്റ്റ് ആയിട്ട് നമ്മള് അത് എന്താണ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ ദ റൈവൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. അതിനെ പ്രൊപ്പോസ് ചെയ്തു എന്നാണ് പറയുന്നത് അല്ലെ. പ്രൊപ്പോസ്ഡ് ബൈ ദ റൈവൽ ഗ്രൂപ്പ് പ്രൊപ്പോസ് ചെയ്തു എന്നാണ് പറയുന്നത് ആ നിയമം അല്ലെ. അപ്പൊ ഇവിടെ ഒരു നിയമത്തെ കുറിച്ചല്ലേ പറഞ്ഞത്.
ജീവനില്ല അല്ലേ? ഒരു Yes. നിയമമാണ്, ഏതെങ്കിലും ഒരു വസ്തു അത് നിയമമാണ്, ജീവനില്ല, മനുഷ്യനല്ല. അതുകൊണ്ട് ഏത് ചേർക്കേണ്ട വരും? വിച്ച്. അത് ഇത്തിരി എന്താണ്, ഇത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അന്ന് ചോദിച്ചത്. അതിനുശേഷം ഞാൻ ചോദിച്ചത് എന്താണ്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. നമ്മുടെ നിർത്താൻ സമയമായോ കുട്ടികളെ? ഞാനിപ്പോ നിർത്താം കേട്ടോ. വിക്കിപീഡിയ കൊടുത്തിട്ട് കോമ കൊടുത്തു, എന്നിട്ട് ഡാഷ് ഈസ് എ ഫ്രീ റെഫറൻസ് സൈറ്റ് ഇൻ ഇന്റർനെറ്റ് ഈസ് റിയലി ഹെൽപ്ഫുൾ. അല്ലെ? കോമ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ വിചാരിക്കണം, എന്ത് വിചാരിക്കണം? വരുള്ളൂ കേട്ടോ. ഓക്കെ ഇല്ലേ? ഓക്കെ മാം. ദാറ്റിനൊരു എക്സാമ്പിളും കൂടി ഒന്ന് പറഞ്ഞിട്ട് നിർത്തിക്കോളൂ. ഒരു എക്സാമ്പിൾ കൂടി വേണം അല്ലേ? പറയാം. ദാറ്റിനൊരു എക്സാമ്പിൾ പറയാം. ദാറ്റിന് കുറേ സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ദാറ്റിന് പെട്ടെന്നൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ദാറ്റ് ഉപയോഗിക്കേണ്ട പേഴ്സൺ ആയാലും എനിമലൊക്കെ ആണെങ്കിലും നമുക്ക് ദാറ്റ് ഉപയോഗിക്കാം അല്ലെ? എന്താണ്? പേഴ്സൺ ആണെങ്കിലും എനിമൽസ് ഒക്കെ ആണെങ്കിൽ പേഴ്സൺ ഓർ എനിമൽസ് ആണെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാം. അല്ലെ? ദാറ്റ് ഉപയോഗിക്കാം. പക്ഷെ ദാറ്റ് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായോ? എവിടെയൊക്കെ ദാറ്റ് ഉപയോഗിക്കേണ്ട എന്നുള്ളൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചാണ് ദാറ്റ് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. എല്ലാത്തിനും നമുക്ക് വിച്ചും ദാറ്റും നമുക്ക് അതാണ് വിച്ചും ദാറ്റും ഉപയോഗിക്കേണ്ട പ്ലേസസ് ആണ് ഈ പറയുന്നത് കേട്ടോ. അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തന്നാ മതിയോ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പറയണോ? ഇങ്ങനെ മനസ്സിലാക്കി ഇത് ഉറപ്പിച്ചു വെക്കാം. വിച്ച് എവിടേക്ക് ഉപയോഗിക്കണോ എന്നുള്ളത് ഒന്ന് ഉറപ്പിച്ചങ്ങോട്ട് വെക്കുക എല്ലാവരും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇപ്പൊ ദാറ്റിന്റെ കൂടി പറഞ്ഞു കഴിയുമ്പോൾ ഇന്ന സ്ഥലത്തൊക്കെ ദാറ്റ് ഉപയോഗിക്കുക, ഇന്ന സ്ഥലത്ത് വിച്ച് ഉപയോഗിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ അഖില ഓക്കെ അല്ലേ? ഋഷാന ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഞാൻ ദാറ്റ് കൂടി പറഞ്ഞു തരുമ്പോ എല്ലാം ക്ലിയർ ആവും കേട്ടോ. പഠിച്ചു കഴിയുമ്പോ ചിലപ്പോ കൺഫ്യൂസ്ഡ് ആവും നിങ്ങള്. അതുകൊണ്ടാണ് കേട്ടോ. ശ്രീഹരി ഓക്കെ. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Okay, thank you. Okay, welcome. All are welcome here.